ഹലോ. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് റോസ് പരിചയപ്പെടാം. കണ്ടില്ലേ, ഇത് കാശ്മീർ റോസാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള നല്ല മണമുള്ള പൂക്കളാണത്. ഞാൻ നേഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചൊരു പുതിയൊരു പ്ലാന്റാണ്. അപ്പോൾ അതുകൊണ്ട് നിറയെ ഇതിൽ പൂക്കളുണ്ട്. നമുക്കറിയാം, നേഴ്സറി കാണുമ്പോൾ എല്ലാത്തിലും നിറയെ പൂക്കളും മൂട്ടുണ്ടാവും. നമ്മൾ വീട്ടിൽ കൊണ്ടുവച്ചിട്ട് 3-4 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാം കൊഴിഞ്ഞു പോയിട്ട് പിന്നെ ചെടി നന്നായിട്ട് വളരാൻ സാധ്യത നമ്മൾ കെയർ ചെയ്താൽ മാത്രമേ വലുതായിട്ട് വരുള്ളൂ. അപ്പോൾ ഞാനത് വാങ്ങിച്ചപ്പോൾ തന്നെ ഈ പോട്ടിൽ നിന്ന് മാറ്റിയിട്ടില്ല. ആ സെയിം പോട്ടിലാണ് വാങ്ങിച്ചത്. നിറയെ പൂക്കളും മൊട്ടുകൊണ്ട് നല്ല ഫ്ലവർ നല്ല മണമൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ വാങ്ങിക്കാണ്ടിരിക്കാൻ തോന്നിയില്ല. പിന്നെ നിങ്ങൾക്കറിയാം, റോസിനൊക്കെ വലിയ വിലയൊന്നുമില്ല നേഴ്സറിയിൽ. അപ്പോൾ അതുകൊണ്ട് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ. അപ്പോൾ ഇതിന് ഞാൻ ഇനിയിപ്പം ഈ ഓൾറെഡി മുള്ള മുട്ടൊക്കെ പോയി കഴിയുമ്പോൾ ഇത് കുറച്ചുകൂടി ഫെർട്ടിലൈസറൊക്കെ ആഡ് ചെയ്യണം. കൂടുതലായിട്ട് ജൈവ ഫെർട്ടിലൈസർ ഞാൻ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഈ ഉള്ളിയുടെ തൊണ്ട്, മുട്ടത്തോട്, പിന്നെ ചായയുടെ മട്ട, ഇതൊക്കെ നമുക്ക് വീട്ടിൽ ഡെയിലി വൈസ് ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇട്ട് കൊടുത്താൽ നല്ലതായിരിക്കും വളർച്ചയ്ക്കായിട്ട്. അല്ലെങ്കിൽ ഇല കുറച്ച് കഴിയുമ്പോഴത്തേക്കും മുരടിച്ച് പൂക്കളും ഒക്കെ നന്നായിട്ട് ഉണ്ടാവാൻ സാധ്യത കുറവാണ്. പിന്നെ അതുപോലെ തന്നെ DAP പോലുള്ള ഫെർട്ടിലൈസർ ആഡ് ചെയ്താൽ നല്ലവണ്ണം പൂവുണ്ടാവും. അപ്പം ഞാൻ അതൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എൻ്റെ പഴയ റോസിനൊക്കെ. പക്ഷേ എന്താണെന്ന് വെച്ചാൽ എൻ്റെ റോസുകൾ വളരെ ഹെൽത്തി അല്ലായിരുന്നു. ലീഫൊക്കെ ഒരുമാതിരിയായി വന്നപ്പോൾ നല്ലതായിരുന്നു. പിന്നെ കുറച്ച് വന്നപ്പോൾ ഞാൻ വാങ്ങിച്ച സമയത്ത് നല്ലതായിരുന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ വളർച്ച കുറച്ച് മുരടിച്ച് അങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും കുറച്ചുകൂടി റോസ് കെയർ ചെയ്യണമെന്ന് മനസ്സിലായി. കാരണം റോസിന് കൂടുതൽ കെയറിങ് വളരെ അത്യാവശ്യമാണ്. എങ്കിൽ മാത്രമാണ് ഇതുപോലെ ഹെൽത്തി ആയിട്ട് എപ്പോഴും നിൽക്കുള്ളൂ റോസ്. ഇങ്ങനെ ഹെൽത്തി ആയിട്ട് നിൽക്കും, പക്ഷെ നമ്മൾ അതുപോലെ കെയർ കൂടുതൽ ചെയ്യണം. ഓർക്കിഡൊക്കെ കുറച്ചുകൂടി കെയർ കുറവ് മതി, പക്ഷേ ഇതങ്ങനെയല്ല. അപ്പം ഞാൻ ഈ റോസ് കണ്ടപ്പോൾ എനിക്ക് വാങ്ങിക്കാണ്ടിരിക്കാൻ തോന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ റോസിന് കളർ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞേ. അതുപോലെ നിങ്ങൾക്ക് റോസ് ഇഷ്ടപ്പെട്ട കളർ ഇത് ഒരു എന്താ പറയുക, ഒരു പിങ്ക്, ഡാർക്ക് പിങ്ക് എന്നുകൊണ്ട് പറയാം. ഈ റോസ് എന്നൊക്കെ, റോസ് അല്ല, ഡാർക്ക് റോസ് അല്ലേ, മജന്ത എന്നൊക്കെ പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റോസിൻ്റെ കളർ വെറൈറ്റി പറയാം കേട്ടോ. റെഡ് ആണോ, വൈറ്റ് ആണോ, അതോ യെല്ലോ, അങ്ങനെ വേറെ പല കളർ വെറൈറ്റി ഉണ്ടല്ലോ. ഏതാണ് ഇഷ്ടപ്പെടുന്നത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ തൽക്കാലം ഞാൻ റോസ് മാറ്റിയിടുന്നില്ല. ഈ ചട്ടി അത്യാവശ്യം വലിപ്പമുണ്ടല്ലോ, ഇത് നിൽക്കട്ടെ. ഈ പൂവെല്ലാം കൊഴിഞ്ഞതിന് ശേഷം നമുക്ക് വേറെ ചട്ടിയിലേക്ക് വേണ്ടി റീപോർട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ കുറച്ചൊക്കെ വളങ്ങൾ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാവുന്ന, ചാണകപ്പൊടി ഇടുന്നതൊക്കെ, അല്ലെങ്കിൽ ചാണകത്തിൻ്റെ വെള്ളം കലക്കി ഒഴിക്കുന്നതൊക്കെ നല്ലതാണ് റോസിൻ്റെ വളർച്ചയ്ക്ക്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അപ്ഡേറ്റ് വരും വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ.